സാരൻ, ഗുഡ് മോർണിംഗ്. ഈ ഒരു തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ പര്യടനത്തിൽ തൃശ്ശൂർ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? എന്താണ് തൃശ്ശൂരിന്റെ ഇന്നത്തെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം? സിന്ധൂരി, തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രചരണം അവസാനിക്കാനും ഇനി കേവലം ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ 3 മുന്നണികളിലെയും സ്ഥാനാർത്ഥികൾ ആവേശകരമായ പ്രചരണ രംഗത്ത് വലിയ രീതിയിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓടിപ്പിടിച്ചുള്ള പ്രചരണമാണ്. കാരണം ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണുള്ളത്. അപ്പോൾ ഇനി ഒരു സ്ഥലവും അല്ലെങ്കിൽ ഒരു ഭാഗവും വിട്ടുപോകരുത് എന്ന നിലയ്ക്ക് വലിയ ആവേശത്തോടെ ഓടിയെത്തുകയാണ് 3 സ്ഥാനാർത്ഥികളും. എന്തായാലും ഇടതുപക്ഷം തന്നെയാണ് മുൻപന്തിയിൽ ഉള്ളത്. ഇടതുപക്ഷത്തിൻ്റെ പ്രചരണം വലിയ രീതിയിലാണ് ശക്തമായിട്ട് തന്നെ പുരോഗമിക്കുന്നുണ്ട്. കാരണം പ്രധാനമായിട്ടും തുടക്കം മുതലേ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ചിട്ടയോടുകൂടി ഇടതുപക്ഷം അക്കാര്യത്തിൽ എപ്പോഴും മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഓരോ സ്ഥാനാർത്ഥികളും ഇടതുപക്ഷത്തിൻ്റെ ഓരോ സ്ഥാനാർത്ഥികളും ഓരോ ഇടങ്ങളിലും എത്തുമ്പോഴും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് അവരെ വരവേൽക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ വിഷുക്കാലമാണ്. വിഷുക്കാലമായതുകൊണ്ട് തന്നെ നിറയെ കണിക്കൊന്നകൾ പൂത്തു നിൽക്കുന്ന കാഴ്ചകളാണ് എങ്ങും കാണാനുള്ളത്. അതുകൊണ്ട് തന്നെ ആ കണിക്കൊന്നകൾ നൽകിക്കൊണ്ടാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വരവേൽക്കുന്നത്. അത്തരം മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനുഭവങ്ങളാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് ഉള്ളത്. അതോടൊപ്പം തന്നെ UDFൻ്റെയും BJPയുടെയും പ്രചരണം പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും ഇടതുപക്ഷം തന്നെയാണ് മുൻപന്തിയിൽ എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. നാളെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദമാഷ് നാളെ ജില്ലയിൽ എത്തുന്നു എന്നുള്ളതാണ്. കുന്നംകുളം മണ്ഡലം LDF സ്ഥാനാർത്ഥി AC മൊയ്തീൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം നാളെ വൈകിട്ട് 5 മണിയോടുകൂടി അവിടെ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അതോടൊപ്പം തന്നെ നാളെ CPIMൻ്റെ മുതിർന്ന നേതാവായിട്ടുള്ള ബൃന്ദ കാരാട്ടുമുണ്ട്. അങ്ങനെ ദേശീയ നേതാക്കൾ കൂടി എത്തുന്നതോടെ വലിയ ഒരു തരത്തിലേക്കാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രചരണം പുരോഗമിക്കുന്നത്. അതിനുശേഷം ഏപ്രിൽ 2-നാണ് ജനറൽ സെക്രട്ടറി MA ബേബി തൃശ്ശൂരിലെത്തുന്നത്. അദ്ദേഹം വിവിധ മണ്ഡലങ്ങളിൽ നടക്കുന്ന പൊതു പ്രചരണ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. അതോടൊപ്പം തന്നെ സംസാരിക്കും. അങ്ങനെ ദേശീയ നേതാക്കൾ കൂടി എത്തുകയാണ്. അങ്ങനെയാണ് തൃശ്ശൂർ ജില്ലയിലെ ഒരു പൊതു ചിത്രം എന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു പൊതു ചിത്രം. എന്തായാലും ഈ വോട്ടർമാർ കൂടി വലിയ ആവേശത്തിലാണ്. പല ഇടങ്ങളിലും ശക്തമായിട്ടുള്ള പോരാട്ടങ്ങളാണ് നടക്കുന്നത്. എന്തായിരിക്കും ജനവിധി എന്നുള്ള കാര്യമറിയാൻ വോട്ടർമാരും അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും കാത്തിരിക്കുന്ന ഒരു നിമിഷമാണ് ചുറ്റിലുമുള്ളത്. എന്തായാലും ഇടതുപക്ഷം വളരെ ശക്തമായിട്ട് തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. വികസനങ്ങൾ തന്നെയാണ് എവിടെയും ഇടതുപക്ഷം തുറന്നു കാണിക്കുന്നത്. കാരണം കഴിഞ്ഞ 10 വർഷം സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള വികസനങ്ങൾ, അത് ഓരോ മുക്കിലും മൂലയും കൊണ്ടുവന്നിട്ടുള്ള വികസനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ ഓരോ പ്രവർത്തകരും അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളും മുന്നോട്ട് പോകുന്നത്. സിന്ധൂരി.